ുള്ളത് മമ്മും ഇത് അയച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോ കുറേ വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. മുഖം ബ്ലർ ചെയ്ത് കാണിക്കണം, മുഖം അറിയാത്ത കാണിക്കണം. മുഖം ബ്ലർ ചെയ്യാത്ത കാണിച്ചു കഴിഞ്ഞാൽ മോനെ ഇത് എഡിറ്റ് ചെയ്ത് മൊത്തം ബ്ലർ ചെയ്യാത്ത കാണിക്കണോ? അവൻ്റെ ജീവിതം പോവും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ, ഇതിൻ്റെ ബാക്കി എന്താ അറിയോ, മമ്മു എടുത്ത്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രം ദി ഹെഡിങ് അല്ലെങ്കിൽ ആദ്യത്തെ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കോണ്ടന്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ തൊപ്പിച്ചേട്ടൻ്റെ അളിഞ്ഞ വളിഞ്ഞ കോണ്ടൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ അളിഞ്ഞ് വളിഞ്ഞ് നാറിയ ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് ആദ്യം തന്നെ തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ വീഡിയോസ്, വ്ളോഗ്സ്, കാര്യങ്ങൾ ഒന്നും കാണാത്ത ഒരാളാണ് ഞാൻ ആകെ തൊപ്പീൻ്റെ കണ്ടിട്ടുള്ളത് തൊപ്പീൻ്റെ ചില ക്ലിപ്പിങ്സുകൾ അല്ലെ ഡയറുകൾ, ചലഞ്ചുകളൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് യൂട്യൂബിൻ്റെ ഷോർട്സ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടു. പിന്നെ അതിന് ശേഷം ഓഫ്കോഴ്സ് തൊപ്പിയുടെ റിലേഷൻഷിപ്പ്, അതിൻ്റെ ബ്രേക്കപ്പ്, അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തൊപ്പീൻ്റെ പേര് ഞാൻ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി തൊപ്പിയുടെ റിലേഷൻഷിപ്പിലുള്ള പെൺകുട്ടിയുടെ ഭർത്താവ് ചതിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ വ്ളോഗോ കാര്യങ്ങൾ എന്തൊക്കെയോ വന്ന സമയത്ത് തൊപ്പി എന്തോ ബൈസെക്ഷൽ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ സമയം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഡിസ്കഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് തൊപ്പി ടോപ്പിക് ഒന്നുമില്ല. കാരണം ഞാൻ കാണുന്ന ഒരു സ്റ്റൈൽ ഓഫ് വീഡിയോ ഒന്നുമല്ല തൊപ്പിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തൊപ്പിയുടെ ഒരു വ്യൂവറും അല്ല, ഒന്നുമല്ല. എന്നാൽ അറിയാം, തൊപ്പീനെ അറിയാത്ത ആൾക്കാരില്ല. തൊപ്പിയുടെ ലൈവ് സ്ട്രീമുകൾ, തൊപ്പിയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് തൊപ്പിക്ക് ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികളാണ്, സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ അതിൽ എനിക്ക് കിട്ടുന്നില്ല ആ വീഡിയോ ഏതാന്നുള്ളത്. ഏതോ ഒരു ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തെങ്ങാനും തൊപ്പിയും ഈ ഗ്യാങ്, ഈ MR സെഡോ അങ്ങനെ എന്തോ പറയുന്നത്, ഈ ഗ്യാങ്, എനിക്ക് അതിൻ്റെ ഒന്നും അടിപൊളിയായി പറയാൻ അറിയില്ല, ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പോയ സമയത്ത് കുറേ പിള്ളേർ തൊപ്പീൻ്റെ പുറകെ കിടന്നിട്ട് എന്തോ മാലയോ വാച്ചോ എന്തൊക്കെയോ വലിച്ചൂരി കൊടുക്കുന്നത്, ഇങ്ങനത്തെ കുറേ ക്ലിപ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ഫാനുള്ള, കുട്ടികളുടെ സപ്പോർട്ടുള്ള, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് തൊപ്പി. പിന്നെ തൊപ്പി വരുന്ന പല ഇനാഗ്രേഷൻസുകളും അവിടെ ടൈറ്റ് ആവലും അവിടെ മുറുകലും അതാക്കലും ഇതാക്കലൊക്കെ കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ ഷമീർ എന്ന് പറയുന്ന വ്യക്തി, തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള ഷമീറും പിന്നെ മമ്മു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായിരുന്നു. ആൻഡ് ഈ രണ്ട് വ്യക്തികൾ, മമ്മൂന് ഓൾറെഡി ഞാനെടുത്ത് റിയാക്ട് ചെയ്ത ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് തോന്നിവാസം വിളിച്ച് പറഞ്ഞേന്, അതന്ന് ഡിസ്കഷൻ ആയതാണ്. പിന്നെ ഇവരുടെ വീഡിയോസ് കംപ്ലീറ്റ് ആയിരുന്നു കണ്ടു. അപ്പോഴത്തെ എൻ്റെ ഒരു എയിം ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ തൊപ്പിയും കൂടെ വന്ന് സംസാരിക്കട്ടെ, രണ്ട് സൈഡിൽ നിന്നും പറയാനുള്ള കാര്യങ്ങൾ കേട്ടിട്ട് സംസാരിക്കാമെന്നാണ്. എന്നാൽ ഇന്നലത്തെ തൊപ്പീൻ്റെ ഒരു ലൈവ് എന്തോ 2 മണിക്കൂറിലധികം എങ്ങാനും, 2 മണിക്കൂറോ അല്ല 5 മണിക്കൂർ എങ്ങാനും ലൈവാണ്. ഞാൻ ആ ലൈവ് ഫുള്ള് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ആകെ കണ്ട, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൊരു പീസ് കണ്ടു. ആ പീസ് കണ്ടതിൽ കൂടെ തന്നെ ഈ ലൈവ് ഫുള്ള് കാണാനുള്ള എൻ്റെ ആ ഒരു ഇത് പോയി. അതോടുകൂടി ഈ ഒരു കേസ് സംസാരിക്കേണ്ട എന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തൊപ്പീനെ പറയാനോ തൊപ്പീനെ സപ്പോർട്ട് ചെയ്ത് ഷമീറിനാക്കാനോ അല്ലെങ്കിൽ ഷമീറിനെ സപ്പോർട്ട് ചെയ്ത് തൊപ്പീനെ മാറ്റാനോ അല്ല. പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മുമ്പിലോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇരുന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ തൊപ്പിച്ചേട്ടൻ വിത്ത് തൊപ്പിച്ചേട്ടൻ്റെ ഗ്യാങ്. ആ ഗ്യാങ് ഇപ്പോൾ ഏകദേശം സ്പ്ലിറ്റായി 2 പഞ്ചായത്തായിരിക്കുകയാണ്. അതിൽ 3 ആൾ ആണ് മെയിനായിട്ട്, ഷമീർ, മുമ്മു, പിന്നെ ഒരു പാചകക്കാരൻ. എനിക്ക് പറയുകയാണെങ്കിൽ ആ മമ്മു എന്ന് പറയുന്ന ഒരുത്തൻ, ഷമീർ പാചകക്കാരൻ ജാസിയാന്ന് തോന്നുന്നു, ഇവരൊരു ഗ്രൂപ്പും ബാക്കിയുള്ളവർ റാംബോ, തൊപ്പി, പിന്നെ ഏതൊക്കെയൊക്കെയോ ടീം ഒരു ഗ്രൂപ്പുമാണ്. ഷമീർ വന്നിട്ട് പറഞ്ഞത് തൊപ്പി വളരെ മോശം ബിഹേവിയർ ഉള്ള ആളാണ്, തൊപ്പി ഞങ്ങൾക്ക് സാമ്പത്തികമായി ഞങ്ങളെ ഒന്നും സഹായിച്ചിട്ടില്ല, തൊപ്പി ഞങ്ങൾക്ക് അത് തന്നിട്ടില്ല, ഇത് തന്നിട്ടില്ല, ഞങ്ങളുടെ പൈസ മുഴുവൻ തൊപ്പി കയ്യിൽ വെച്ചു, തൊപ്പി വളരെ ഫേക്കാണ്, തൊപ്പീൻ്റെ ഇന്നർ വെയർ അവരെ കൊണ്ട് അലക്കിപ്പിച്ചു, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, വീട് വെച്ച് കൊടുത്തില്ല, പെങ്ങളെ കല്യാണം നടത്തിയില്ല, തൊപ്പീൻ്റെ വീട്ടിൽ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ 2 തരമാണ്, തൊപ്പിക്ക് ചിക്കൻ, ഇവർക്ക് സാമ്പാർ, കറി, ഇങ്ങനെ സാധനങ്ങളായിട്ടാണ് ഷമീർ വന്നിട്ടുള്ളത്. ഈ ഷമീറിൻ്റെ വീഡിയോ കണ്ട സമയത്ത് എല്ലാവരുടെയും ഒരു മുഴുവൻ സപ്പോർട്ടും ഷമീറിനായിരുന്നു. തൊപ്പിക്ക് എഗെയിൻസ്റ്റ് ഭയങ്കര നെഗറ്റീവ്, ഭയങ്കര #ഹാഷ് വന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് തൊപ്പിച്ചേട്ടൻ ഒരു ലൈവ് വരുന്നത്. തൊപ്പി ലൈവ് വന്നിട്ട് വിത്ത് പ്രൂഫ് ഓരോ കാര്യങ്ങൾ വിധം ഇങ്ങനെ ഇറക്കാൻ തുടങ്ങി.
അതിൽ കുറേ കോൾ റെക്കോർഡ്, ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ, സെക്ഷൽ അബ്യൂസിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു വീഡിയോയും കൂടെ ഇട്ടു. വീഡിയോ എന്താണെന്ന് പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെപ്പറ്റി പറയാനോ കാണിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതോടുകൂടി പ്ലേറ്റ് നേരെ മറിഞ്ഞിട്ട് ഇപ്പോൾ ഷെമീറിൻ്റെ തലയിലോട്ടാണ് എല്ലാവരും വരും. ഇനി ഷെമീർ ഇന്ന് ലൈവായി വരും, നാളെ തൊപ്പിയേറ്റ് ലൈവ് വരും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സീരീസ് പോലെ പോകും. എന്തായാലും ആ സീരീസ് കാണുന്ന ആൾക്കാരോട് സീരീസ് ഇരുന്ന് കാണും. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ഇതായിരിക്കും. ഇതിലും വലിയ ഹെവി ആയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പം നമുക്ക് ആലോചിക്കാം. മമ്മു ഇത് അയച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോ കുറേ വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. മുഖം ബ്ലർ ചെയ്ത് കാണിക്കണം, മുഖം ബ്ലർ ചെയ്യാത്ത കാണിക്കണം. മുഖം ബ്ലർ ചെയ്യാത്ത കാണിച്ചു കഴിഞ്ഞാൽ മോനെ ഇത് എഡിറ്റ് ചെയ്ത് മൊത്തം ബ്ലർ ചെയ്യാത്ത കാണിക്കണോ? ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ അത് ഇറക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നതാണ്, ഞാൻ ഫുള്ളായി കാണിക്കണോ അല്ലെങ്കിൽ പകുതി കാണിക്കണോ എന്നുള്ളത്. ഈ വീഡിയോ ആണ് ദ മെയിൻ റീസൺ തൊപ്പിക്ക് ഇത്രത്തോളം സപ്പോർട്ട് കിട്ടാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് സോഷ്യൽ മീഡിയ ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം. ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൊപ്പി കാണിച്ചത് വലിയ തെണ്ടിത്തരം എന്ന് വെച്ചാൽ വലിയ തെണ്ടിത്തരം. അവരവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് തൊപ്പിയുടെ പൈസ ഇടപാടിനെ കുറിച്ചിട്ടാണ്. തൊപ്പി ഈ വീഡിയോയിൽ തന്നെ ഗൂഗിൾ പേയും ഫോൺ പേയും ബാക്കി എന്തൊക്കെയൊക്കെയോ പേകളെല്ലാം കൂടെ തുറന്ന് കാണിച്ചിട്ട് തൊപ്പി അവർക്ക് വേണ്ടി ചിലവാക്കിയ പൈസ ഫുള്ള് കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഒറ്റ സാധനത്തിൽ പിന്നെ പറഞ്ഞത് വീടിൻ്റെ കാര്യം. അവരെന്താ പറഞ്ഞത് അതിനുള്ള എക്സ്പ്ലനേഷൻ അങ്ങ് കൊടുത്താൽ മതി. പക്ഷേ ഇത് ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യങ്ങളും അവർ ഈ നേരം വരെ പറയാത്തിടത്തോളം കാലം തൊപ്പി ഈ ഒരു സാധനം എക്സ്പോസ് ചെയ്തത് വളരെ മോശമാണ്. പിന്നെ എത്രയൊക്കെ ആണെങ്കിലും രണ്ട് ചെക്കന്മാരാണ്, സോഷ്യൽ മീഡിയയിലാണ് ചെയ്യുന്നത്. വലിയ വേസ്റ്റ് ഓഫ് പബ്ലിക്കിലോട്ട് ഈ ഒരു സാധനം എത്താനുള്ള ചാൻസ് ഉണ്ട്. അവരുടെ ജീവിതം തന്നെ പോവും എന്നുള്ളൊരു റിയലൈസേഷൻ തൊപ്പിക്ക് വേണമായിരുന്നു. തൊപ്പി തന്നെ ഇവിടെ നിന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, എന്താ കൂടെ കൂട്ടിയവൻ പുറകിൽ നിന്ന് കുത്തുന്ന എത്രത്തോളം പെയിൻഫുൾ, അതിലും വലിയ പെയിൻഫുള്ളാണ് തൊപ്പി കാണിച്ചത്. കാരണം ആരോ ഒരാളെടുത്ത വീഡിയോ, ഒരു വ്യക്തിയുടെ വളരെ പേഴ്സണലായിട്ട് വീഡിയോ ആണ് തൊപ്പി പുറത്തിട്ടത്. അപ്പോൾ ഇതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു സാധനം, ഈ വീഡിയോ എടുത്ത ചെങ്ങായി ഇത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ നിൽക്കുന്നൊരു സ്പേസിൽ വേറൊരാൾ വന്നിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോയോ കാര്യങ്ങളോ എടുക്കുകയാണെങ്കിൽ നമുക്കത് താല്പര്യമില്ലെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് നമ്മൾ എന്തുവാ റിയാക്ട് ചെയ്യും. ഇവിടെ പെർട്ടിക്കുലർ വ്യക്തി റിയാക്ട് ചെയ്യാണ്ട് ഇവർ രണ്ടുപേരും ചെയ്യുന്ന ഈ ഒരു ആക്ഷൻ ഇങ്ങനെ ചെയ്തെങ്കിൽ എന്താണ്? ആൻഡ് തേർഡ് തിങ്, എനിക്ക് തോന്നുന്നു ഷെമീറിൻ്റെ സെക്ഷുവാലിറ്റി ബൈസെക്ഷൽ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഒരു മെയില് വളരെ പേഴ്സണലായി ചെയ്യുന്നൊരു കാര്യം പബ്ലിക്കായി തുറന്നു വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ട് രസിച്ചുകൊണ്ട് അപ്പുറത്ത് 2-3 ആൾക്കാർ നിൽക്കുകയും ഇപ്പുറത്തെ ഒരുത്താൾ ഷൂട്ടും ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്ത് തരത്തിലുള്ള കളിയാണെന്നുള്ളത് എനിക്കിപ്പോഴും പേഴ്സണലി മനസ്സിലാവുന്നില്ല. പിന്നെ ബൈസെക്ഷൽ എന്ന് പറയുന്ന ഈ ലോകത്ത് ഷെമീർ മാത്രമല്ല, എത്രയോ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് ഭയങ്കര ക്രൈം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു സാധനം എക്സ്പോസ് ചെയ്തതിനോട് എനിക്ക് ഒരു 1% പോലും ഒരു വിധേനയും യോജിക്കാൻ സാധിക്കുന്നില്ല. ജീവിതം പോവും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ, ഇതിന്റെ ബാക്കി എന്താ അറിയോ, മമ്മു എടുത്ത് ഇവിടെ 3 മാസം, ഞാൻ ഒരു കാര്യം പറ്റേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ്, ഇത് 3 മാസം മുമ്പ് ഞാൻ കണ്ടതാ. ഓക്കെ, അതിന് ശേഷം ആ ഷോക്കിൽ ഞാൻ 3 മാസത്തോളം ഞാൻ ഇതെല്ലാം അനുഭവിച്ച് തീർത്തത്. എൻ്റെ അത്രത്തോളം മെൻ്റൽ ഷോക്ക് ആ 3 മാസം മുമ്പ് ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ തന്നിരുന്നെങ്കിൽ 3 മാസം മുമ്പേ ഇവരെ ഒഴിവാക്കണമായിരുന്നു. ഇതൊരു ദിവസം കൊണ്ടുണ്ടാവുന്ന കാര്യമല്ല. ഇപ്പം ഇത്രയും കൊല്ലം അവിടെ നിന്നിട്ട് ദി ഫസ്റ്റ് ഡേ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് അന്ന് ക്യാച്ച് ചെയ്യുന്നു, അന്ന് ഒഴിവാക്കുന്നു അല്ല. ഇതിനു മുമ്പ് ഈ ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അന്നൊന്നൊക്കെ കണ്ണടച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ ഒരു ഗ്യാങ് ഉണ്ടാക്കുന്നത് പോലെയല്ല ഗ്യാങ്ങിനെ മര്യാദയ്ക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. തൊപ്പി പെട്ടെന്ന് വന്ന് ഇവിടുന്ന് ഒരു 5-6 ചെക്കന്മാരെയൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയതാണ് MR സെഡോ അങ്ങനെ എന്തോ പറയുന്ന സാധനം. ആ MR സെഡുള്ള ആൾക്കാർക്ക് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഡീസൻ്റായി നിൽക്കുക, നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് ഇസ് വെരി മാൻഡേറ്ററി. നോക്കണം, എൻ്റെ വീട്ടിൽ ഡ്രഗ്സ് കയറ്റി എൻ്റെ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, എൻ്റെ പിള്ളേരെന്ന് പറയാൻ പറ്റില്ലടാ, എല്ലാ എണ്ണവും ഒരുമിച്ച് വിഷം കുത്തിയതാ, മനസ്സിലാ? ഓക്കെ, ഇല്ല, ബ്ലർ ചെയ്യാത്ത ഫയൽ ഇപ്പം കാണിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, നാളെ ശരത്ത് ലൈവ് ചെയ്യും. ഷെമീർ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുമല്ലോ, ഓൻ പറയട്ടെ. പിന്നെ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച് കണ്ടിട്ടുള്ള അടുത്തൊരു വേർഡാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതിൽ ഈ പെർട്ടിക്കുലർ തൊപ്പി ഓപ്പൺ ചലഞ്ചൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ റെഡിയാണ്, ആൽക്കഹോൾ അല്ലാണ്ട് ഞാൻ വേറൊന്നും കൺസ്യൂം ചെയ്യുന്നില്ല എന്നുള്ളത്. അതിന് ഇവർ റെഡിയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്.
ഇപ്പോൾ കറൻ്റ്ലി ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. നമുക്ക് ഓഫ് കോഴ്സ് ഞാൻ ഡി അഡിക്ഷൻസിൻ്റെ ഫീൽഡിലായതുകൊണ്ട് തന്നെ നമുക്ക് പോലീസുകാരുടെ സൈഡിൽ നിന്ന് കോൺടാക്റ്റും ആക്സസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ ഒരു ഇപ്പോൾ നടക്കുന്ന പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് ഒരു അറിവുണ്ട്. അപ്പം ഇത് യൂസ് ചെയ്യുന്നത് ഇന്നത്തെ തലമുറയിൽ ഇവർ മാത്രമൊന്നുമല്ല, ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ തൊട്ടിട്ട് വലിയ ആൾക്കാർ വരെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ റെപ്പ് ഫീൽഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു തരത്തിലുള്ള സാധനം. അത് MDMA ബ്രൗൺ ഷുഗറും ഒക്കെ. അപ്പം ഇങ്ങനൊരു സാധനം ഇവർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പോലീസുകാരെ ഡയറക്റ്റായിട്ട് വരിക, ഈ വീഡിയോ വിത്ത് അവരുടെ ടെസ്റ്റ് ചെയ്യുക. ഇന്ന് ഒരുപാട് ടെസ്റ്റ് ഉണ്ട്, ഡ്രഗ് ടെസ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ യൂറിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞൊരു 1 മന്തിനുള്ളിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഡ്രഗ്സിൻ്റെ ലിസ്റ്റും അതിൻ്റെ ഉള്ളിൽ കിട്ടും. എന്നിട്ട് അങ്ങനെ ഒരു സാധനം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എങ്ങനെ ആര് എപ്പോൾ എങ്ങനെ കൊടുത്തു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു തീരുമാനമാക്കാൻ പറ്റും. കാരണം ഡ്രഗ്സ് കൊണ്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞാലും തീരാത്തിടത്തോളം പ്രശ്നങ്ങളാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ എത്രയും ഫാസ്റ്റായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി നമ്മൾ എടുക്കുന്നു, അത്രത്തോളം പലതിൽ നിന്നും മാറാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞു വന്നത് പ്രകാരം തൊപ്പിയുടെ MRZ എന്ന് പറയുന്ന ഒരു ഫാമിലി ഗ്രൂപ്പിൽ നടക്കുന്നത് ഈ ലഹരി ഭാഗവും പിന്നെ മറ്റേത് പറയാൻ പറ്റാത്ത 18+ഉമാണ് അതിൻ്റെ ഉള്ളിൽ ഇത്രയും കാലമായി നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇതില് മമ്മൂനെ കൊണ്ട് ഓൻ ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് പറയട്ടെ. മമ്മൂനെ ചെയ്തിട്ടില്ല, ഈ വീഡിയോയിൽ ഓൻ അല്ലാന്ന് ഓൻ പറയട്ടെ. ഇതിന്റെ ബ്ലർ അല്ലാത്ത വേർഷൻ പുറത്ത് വിടും. ഞാൻ ശരത്തിന് ഞാൻ കൊടുക്കും. ഓക്കെ, എന്തേലും ആവട്ടെ, ചാവുന്നുണ്ടെങ്കിൽ ചാവട്ടെ, വാട്ടവർ. ഞാൻ തൊപ്പി, താങ്കൾ ചെയ്തത് ഒരു വലിയ ക്രൈമാണത്. ഇതൊരിക്കലും വളരെ സിമ്പിളായിട്ട് കാണാൻ പാടില്ല. ചിലപ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന ദേഷ്യം, ഫ്രസ്ട്രേഷൻ ആയിരിക്കാം പുള്ളിക്കാരനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്, അല്ലെ പുള്ളി നേരിട്ടിട്ടുള്ള ചീറ്റിംഗ് ആയിരിക്കാം. എല്ലാം മനസ്സിലാക്കുന്നു, എല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് കയ്യിൽ നിന്ന് പോയി. ഇനി അവന്മാരെന്തെങ്കിലും ചെയ്യുമോ, അതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ അതിന് ശേഷം അവന്മാരുടെ ലൈവോ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. ആൻഡ് വേറെ രീതിയിലും ഇതിനെ ട്വിസ്റ്റ് ചെയ്യാൻ, ടേൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ തെളിവ് മാറ്റേഴ്സ്. ഇനി ഷമീറൊക്കെ വന്ന് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ കം വിത്ത് പ്രൂഫ്. ഈ വായ തുറന്ന് സംസാരിക്കുന്നതിനേക്കാളും അതായിരിക്കും കുറച്ചും കൂടെ നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അത് വിശ്വസിക്കാനുള്ള റീസൺ. അത്രയും തന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? ഈ 3 മാസക്കാലം ഞാൻ എങ്ങനെ ജീവിച്ചെന്നറിയടാ. എനിക്ക് കുറേ സാധനങ്ങൾ കേൾപ്പിക്കാണ്ട് പോനെ, പ്രൂഫുകൾ എനിക്ക് സംസാരിക്കാൻ വയ്യ. ഞാനേ ഇവൻ 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു, ഒരു പ്രൂഫ് പോലും ഇല്ലാണ്ട് 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കല്ലേ ചെയ്തത്. അല്ല, ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ പ്രൂഫുകൾ മാത്രം ഇങ്ങനെ ഇട്ട് നിരത്താം, അതാണ് നല്ലത്. ഓക്കെ, വേറൊരു കാര്യം, ഇത് അവന്മാർക്ക് അറിയില്ല. ഓക്കെ, അതിലൊരുത്തൻ്റെ ഫോണ് നൈസായിട്ട് അതിൻ്റെ ഫോണിലുള്ള എല്ലാ കോൾ റെക്കോർഡ്, ആർക്കെല്ലാം കോൾ ചെയ്തിട്ടുണ്ട് എല്ലാ കോൾ റെക്കോർഡും ഞാൻ പൊക്കി. ഓക്കെ, 3000 ചില്ലറ കോൾ റെക്കോർഡും ഒരുപാട് വീഡിയോസും. ഇവരെമ്മാതിരി വണ്ടിയും മലയും ഗ്രൂപ്പാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇവരുടെ ഇടയിൽ ഒരു പ്രൈവസിയും ഇല്ല. മറ്റവൻ പറയുന്ന റെക്കോർഡിങ് മുഴുവൻ ഇവൻ്റെ ഫോണിലോട്ട് എടുക്കുക, അവൻ ചെയ്യുന്ന വീഡിയോസ് മുഴുവൻ ഇവൻ്റെ ഫോണിലോട്ട് എടുക്കുക. ഇപ്പം തന്നെ തൊപ്പി പറഞ്ഞിരിക്കുന്നത് 3000-ലധികം റെക്കോർഡിങ് തൊപ്പിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയായിരിക്കും ആ റെക്കോർഡിങ്ങിലുണ്ടാവും? ഒരു വ്യക്തിയുടെ പ്രൈവസിയിലോട്ടാണ് നിങ്ങൾ കയറി കളിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കണം. പിന്നെ ഇതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവന്മാരെയും കുറ്റം പറയണം. ഉമ്മാൻ എന്തിനത് സഹിച്ചുകൊണ്ട് നിന്നത്? ഇത്രയും മാസങ്ങളോളം MRZ എന്ന് പറഞ്ഞാൽ ഇവന് വീടും കുടുംബവും കുടിയും ഒന്നുമില്ലേ? പഠിച്ചൂടെ, ജോലി ചെയ്തൂടെ, മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിച്ചൂടെ? അത് ചെയ്യാണ്ട് തൊപ്പീൻ്റെ കൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതി 24 മണിക്കൂറും കയറി ഇരുന്നതല്ലേ? അത് ഉമ്മാരെ ഭാഗത്ത് തെറ്റാണ്, തൊപ്പീൻ്റെ ഭാഗത്തും തെറ്റാണ്. തൊപ്പീൻ്റെ ലൈവ് സ്ട്രീമും കാര്യങ്ങളായിട്ട് പോയാൽ പോരെ. എന്തിനാണ് അവിടുന്ന് ഇവിടുന്ന് വലിച്ച് തലയിൽ കയറ്റി വെച്ചിട്ട് ഇമാതിരി പണിക്കുന്നത്? കുറേയൊക്കെ ചോദിച്ച് വാങ്ങിയിട്ടുള്ള കാര്യമാണ്. ഒരു ലിമിറ്റില്ല എല്ലാത്തിനും. ഇവിടെ ഒരാൾ ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? ഒരാൾ മറ്റൊരാൾക്ക് ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? അതെന്താ, ഞാൻ ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ജീവിക്കുന്നത്? ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ഞാൻ ഡെയിലി നടക്കുന്നത്? ഷഡ്ഡിയാണോ എൻ്റെ? ഒരാൾക്ക് ഡ്രസ്സ് അലക്കാനുണ്ടാകുമ്പോൾ ഷർട്ട്, പാൻറ്റ്, ഷഡ്ഡി, സോക്സ് ഇതൊക്കെ ഉണ്ടാവും. ഈ വീട്ടിൽ 10 പേരുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കും. ഈ മമ്മു പണിയെടുക്കൂല, ജാസി മമ്മു എല്ലാം ഇങ്ങനെ പണിയെടുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്ക് എപ്പോഴെങ്കിലും ടാസ്ക് കൊടുക്കാം. ഓക്കെ, ഇവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, മനസ്സിലാവും. ഇവിടെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഈ ഡ്രസ്സ്, ഈ എല്ലാം അടങ്ങിയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൊട്ടയിൽ ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് ആ വാഷിംഗ് മെഷീനിലേക്ക്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങ് ഇടണം. ഇതാണ് ജോലി, ഇതാണ് ഷഡ്ഡി കഴുകിച്ചെന്ന് പറഞ്ഞാൽ. ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിയിട്ടേ കഴുകടാന്ന് പറഞ്ഞതാ ഇങ്ങനെ കൊടുത്തിട്ട് കല്ലിൽ, മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ലിൽ ഇങ്ങനെ ഉരച്ച് കഴിപ്പിക്കുന്നത് അല്ലേ?
അല്ലേ? എടാ ഒരു വീടാകുമ്പോൾ ഒരു ഹോസ്റ്റലാകുമ്പോൾ എങ്ങനെയാണ്? ഇവിടുത്തെ പണികൾ ആര് ചെയ്യും? ഇവിടെ 10 ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ട്. 10 സർവൻസിനെ ഞാൻ എടുക്കണം. എല്ലാവരും അങ്ങോട്ട് മാറി പണികൾ ചെയ്യും. ഓക്കെ, തീരെ പണിയില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള പണികൾ ചെയ്യും. ഓക്കെ, മെയിൻ ആയിട്ടുള്ള പണികൾ ചെയ്യുന്നത് മുനും റാമ്പും വഞ്ചൂരിയും കുറേ ആൾക്കാർ പേര് പറ്റാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവർക്കെല്ലാം ജോലികളുണ്ട്, മെയിൻ ആയിട്ടുള്ള ജോലികളുണ്ട്, മീറ്റിംഗ്സും കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഇതെല്ലാം നോക്കണം. ഈ മമ്മു മണ്ടനിൽ ഇതെല്ലാം ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള ജോലികൾ ഇതൊക്കെയാ. മനസ്സിലായോ? നീ ഷഡ്ഡി കഴിച്ചിട്ട് നിന്റെ ജോലിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആയിട്ടുള്ളതാണ് ഇന്നർ വെയർ ക്ലീനിങ്. ആദ്യം തന്നെ നാണമില്ലേടോ? മുക്കിൻ്റെ മുകളിൽ മീശയും വെച്ചിട്ടാണ് ലൈവിൽ വന്ന് പറയുന്നത് ടൊപ്പി എന്നെ കൊണ്ട് ഇന്നർ വെയർ കഴിച്ചു. എന്തു ആടേ? അതിനുള്ളൊരു അവസരം നിങ്ങൾ കൊടുത്തിട്ടല്ലേ, അതിനവിടെ നിന്നിട്ടല്ലേ. പിന്നെ തൊപ്പി നിങ്ങളെയൊക്കെ എടുത്ത സെർവൻ്റ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ ചെയ്യേണ്ടി വരും. തൊപ്പീൻ്റെ അടിമക്കണ്ണാണ് നിങ്ങൾ, അടിമക്കണ്ണായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അടിമക്കണ്ണാവുമ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ആ ഇത് പൊട്ടിച്ച് പുറത്തോട്ട് ഇപ്പോഴാണ് നിങ്ങൾ പുറത്ത് വരുന്നത്, ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നത്. ഇത്രയും കാലം തൊപ്പീനെ തലയിൽ കയറ്റി വെച്ച് നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ ഇതൊക്കെ അനുഭവിച്ചിട്ടും നിങ്ങളൊന്നും പറഞ്ഞ് പുറത്ത് വന്നിട്ടില്ലല്ലോ. നത്തിങ് ടു സേ. നമ്മളുടെ വേർത്ത്, ഡിഗ്നിറ്റി, വാല്യൂ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ലോകത്തുള്ള ആർക്കുമേ ഒന്നുമേ മനസ്സിലാവില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ. എനിക്ക് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, നൻപനെ നൻപിനാൽ ഊമ്പിനാൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ കൂടെ കൂട്ടുന്ന വ്യക്തികളെ കുറിച്ചിട്ട് നല്ലൊരു തിരിച്ചറിവ് ഉണ്ടാവണം. അതിപ്പോൾ അവിടെ നിന്ന് ഷമീറിൻ്റെ തൊപ്പീനാണെങ്കിലും തൊപ്പി ഷമീറാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിലും നമ്പന്മാർ നമ്പിനാൽ ഊമ്പിനാൽ. ഓക്കെ.